പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 92 ആദ്യ വചനങ്ങളിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങേക്ക് സ്തോത്രം ആലപിക്കുന്നതും അങ്ങയുടെ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതും എത്രയോ ശ്രേഷ്ഠം. അങ്ങേക്ക് സ്തോത്രം ആലപിക്കുന്നതും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും എത്രയോ ശ്രേഷ്ഠമാണ്. അത്യുന്നതനായ കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും അത്യുന്നതമാണ് എന്ന് സങ്കീർത്തകൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ദൈവത്തെ ആരാധിക്കുവാനും അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കുവാനുമായിട്ട് ഒരുങ്ങുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ ഔട്ട്റീച്ച് മിനിസ്ട്രികളിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ മാത്യു പി.ഡി. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലതുകരത്തോർത്ത് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ. 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 വലതുകരം താഴ്ത്തി ഇടതുകരം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇടതുകരം ഒന്ന് വീശി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് കർത്താവിന് നന്ദി പറയാം ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, 115 സങ്കീർത്തനത്തിൻ്റെ 12 തിരുവചനം പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. വലതുകരമേർത്തി നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ചിട്ട് ആ വ്യക്തിയോട് ഈ വചനം ഒന്ന് പറയാം. കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി വെച്ച് ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികളെ യേശു സുഖപ്പെടുത്തി. തിരിച്ചൊരുവൻ വന്ന് നന്ദി പറഞ്ഞു. യേശു ചോദിച്ചു, ബാക്കി 9 പേർ എവിടെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവിന് നന്ദി പറയണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വർഷാരംഭത്തിൽ കഴിഞ്ഞൊരു വർഷം ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം ഒന്ന് നന്ദിയോടെ ഓർക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവം എത്രമാത്രം അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. സങ്കീർത്തകൻ പറയുന്നു, പിതാവ് പുത്രനോട് എന്നതുപോലെ കർത്താവ് തൻ്റെ ഭക്തരോട് അലിവ് കാണിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ഒന്ന് ശാന്തമായിട്ട് അടയ്ക്കുക. പിതാവ് പുത്രനോട് എന്നതുപോലെ അവിടുന്ന് തൻ്റെ ഭക്തരോട് അലിവ് കാണിക്കുന്നു. ദൈവത്തിൻ്റെ അലിവ് ഏറ്റുവാങ്ങിയൊരു ജീവിതമല്ലേ ഇന്നെൻ്റെ ജീവിതം. എത്രയോ വലിയ അനുഗ്രഹങ്ങൾ ഈ കാലയളവിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അനുഗ്രഹിച്ചില്ലേ? എത്രയോ വിപൽസന്ധികളിൽ ദൈവം നമ്മുടെ കൂടെ നിന്നു. പ്രിയപ്പെട്ടവരെ, നന്ദിയോടെ ഓർക്കുക, ദൈവം ഇന്നോളം ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം. 103 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറഞ്ഞു, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവൻ എൻ്റെ ആത്മാവിനോട് മന്ത്രിച്ചു, എൻ്റെ ആത്മാവെ നീ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും നീ മറക്കരുത്. പ്രിയ സഹോദര സഹോദരി, ദൈവം ആഗ്രഹിക്കുന്നു അവിടുന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ അവൻ്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്തണമെന്ന്. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവൻ്റെ സന്നദ്ധിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്താം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാം തിരുവചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആരും ഒന്നും സ്വീകരിക്കുന്നില്ല. ഈ അനുഗ്രഹത്തെ നീ സ്വന്തമാക്കിയത് സ്വർഗത്തിലെ പിതാവിന്റെ കരങ്ങൾ നല്ലേ. നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിന്റെ കരങ്ങൾ നല്ലേ. നിനക്ക് വേണ്ടി ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവല്ലേ നിന്നെ സഹായിച്ചത്. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. എല്ലാ അനുഗ്രഹവും ഉന്നതത്തിൽ നിന്നാ വന്നത്, സ്വർഗത്തിൽ നിന്നാ നൽകപ്പെട്ടത്. നന്ദിയോടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവം ഇന്നോളം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് എല്ലാവരും അതരം തുറന്ന് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു.
കർത്താവേ, തട്ടി തകരാതെ അവിടെ ഞങ്ങളെ സംരക്ഷനായി നന്ദി പറയുന്നു. പ്രതികൂലങ്ങളിൽ കൂടെ നിന്നതിനായിട്ട് നന്ദി പറയുന്നു ദൈവമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് തൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തണം. പ്രിയപ്പെട്ടവരെ, യേശുവാണ് നമ്മുടെ കൂടെ നടന്നത്. യേശുവാണ് ഈ ജീവിതത്തെ പരിപാലിച്ചത്. എല്ലാം അവൻ്റെ ദാനമാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം സ്വന്തമാക്കിയതും എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. വലതുവശത്ത് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെ നടന്നു. കർത്താവ് നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം 1-ാം തിരുവചനം പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ചിട്ട് ആ വ്യക്തിയോട് പറയുന്നു, കർത്താവാണ് നിന്റെ ഇടയൻ, നിനക്കൊന്നിനും കുറവുണ്ടാവില്ല. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ പറയാണ്, കർത്താവാണ് നിന്റെ ഇടയൻ, നിനക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുകളില്ലാതെ നമ്മെ നയിക്കുന്ന ദൈവം, ആ ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ. ഹല്ലേലൂയ. വലതുവശത്ത് ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്ക് ആ കർത്താവിനെ കരങ്ങൾ അടിച്ച് ആ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. കരങ്ങൾ ശക്തമായി അടിച്ച് എല്ലാവരും ചേർന്ന് കരങ്ങളൊന്ന് അടിച്ച്, കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഗ്ലോറി. ചേർന്ന് ആരാധിക്കാം. പരസ്പരം നോക്കി പുഞ്ചിരിച്ച്, അടുത്തേക്കുന്ന വ്യക്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച്, ആമേൻ, ഗ്ലോറി. കരങ്ങൾ ഉയർത്തിയടിച്ച്, ആമേൻ. യേശുവിനെ ഒന്ന് കണ്ടുകൊണ്ട് കരങ്ങൾ താട്ടി വിശ്വാസത്തോടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഉണ്ടാകാം, ഭാരത്തോടെ നീ തളർന്നു വീണിട്ടുണ്ടാകാം. എന്നാൽ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരുമേ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ ഇടയൻ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവനാ. ജീവിതത്തിന്റെ പരാജയങ്ങൾ നിങ്ങളെ വിട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നവനല്ല. ആ കർത്താവിനെ കണ്ടുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി, എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, എന്റെ കർത്താവേ, എന്റെ യേശുവേ, യേശുവേ, ഓ എന്റെ കർത്താവേ,
എന്റെ കർത്താവേ, എന്റെ യേശുവേ, ആരാധന. വീണ്ടും കരങ്ങളടിച്ച്, വീണ്ടും കരങ്ങളടിച്ച് എന്റെ കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി എല്ലാവരും ചേർന്ന് പരസ്പരം നോക്കി പുഞ്ചിരിച്ച് ആമേൻ. അടുത്ത വ്യക്തിയുടെ നോക്കുന്നു പറഞ്ഞേ നൈരാശ്യങ്ങളുണ്ടാകാം, ജീവിതത്തില് മെഴുതിയിൽ തൂകേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ അവൻ തന്റെ തോളിലെടുത്ത് നമ്മെ വഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിനെ കണ്ടുകൊണ്ട് വീണ്ടും കരങ്ങളടിച്ച് ജീവിതത്തിന്റെ നൈരാശ്യങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, സങ്കടങ്ങളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത് യേശുവിന്റെ നാമത്തെ നമ്മൾ പാടി ആരാധിക്കാം. ആമേൻ. നൈരാശ്യമേറിടിലും ഞാൻ വിഴുനീരുന്നു കീഴിലും, യേശുവേ നൈരാശ്യമേറിടിലും ഞാൻ വിഴുനീരുന്നു കീഴിലും, എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിടും ഞാൻ, എന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിടും ഞാൻ, എന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. സന്തോഷത്തോടെ പാടിക്കേ. ഒരു കുറവുമില്ല എനിക്കുലകിൽ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഒരു കുറവുമില്ല എനിക്കുലകിൽ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ രോഗങ്ങളെ തളർന്നു വീണവരുണ്ട്, ബന്ധുജനങ്ങളാൽ തള്ളിപ്പറഞ്ഞവരുണ്ട്, ഏകാന്തതയിലൂടെ നിരാശയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നിന്റെ വേദനയും ഏകാന്തതയും ഇന്ന് കർത്താവിന്റെ മുമ്പിൽ ഒരു ആരാധനയായിട്ട് ഉയരണം. യേശു നല്ല ഇടയനായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവനാണ് നിന്റെ ഊന്നുവഴിയും തെട്ടും. അവൻ നിന്നെ നയിക്കും, നിന്റെ പ്രശാന്തമായ പുൽമേടിലേക്ക് നയിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കർത്താവിനെ കണ്ടുകൊണ്ടൊന്ന് ആരാധിക്കാമോ? നിന്റെ രോഗക്കടക്കയിൽ, നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ പരാജയങ്ങളിൽ യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. യേശുവേ, ആമേൻ. കരങ്ങളടിച്ച് രോഗങ്ങളേറിടിലും സ്വന്തം ബന്ധങ്ങളകന്നിടിലും, രോഗങ്ങളേറിടിലും സ്വന്തം ബന്ധങ്ങളകന്നിടിലും, എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിടും ഞാൻ, എന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. അതേ കർത്താവേ, എന്നും യേശുനാമത്തെ പാടി പുകഴ്ത്തിടും ഞാൻ, എന്നും അനുഗ്രഹം പ്രാപിച്ചിടുമേ. കരങ്ങളുയർത്തിയടിച്ച് ഹല്ലേലൂയ ഗീതങ്ങൾ ഞാനെന്നും സന്തോഷത്തിൽ വേദനയിൽ പാടാം. ഹല്ലേലൂയ ഗീതങ്ങൾ ഞാനെന്നും സന്തോഷത്തിൽ വേദനയിൽ, കർത്താവാണെന്നിടയൻ കണ്ണുകളടച്ച് ഒരു കുറവുമില്ല എനിക്കുലകിൽ, ശക്തമായി കരങ്ങളടിച്ച് കർത്താവാണെന്നിടയൻ ആമേൻ. ഒരു കുറവ്
യേശുവിനെ കണ്ടുകൊണ്ട് യേശുവേ 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 ഹല്ലേലൂയ. ജീവിതം സമർപ്പിച്ച് അവനെ ഒന്ന് ആരാധിക്കാമോ? ജീവിതം കൊടുത്തോണ്ടൊന്ന് ആരാധിച്ച് ഹൃദയം മനസ്സൊന്ന് വിട്ടുകൊടുത്ത് ആരാധിച്ച് യേശുവേ എന്റെ യേശുവേ. Glory, 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 glory. La 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 la. യേശുവേ നന്ദി. ഇരുകരങ്ങളും നെഞ്ചോടൊന്ന് ചേർക്കാം. പരിപൂർണമായ നിശബ്ദതയിൽ നിന്റെ യേശുവിനോട് നിനക്കൊന്ന് ചേർന്ന് നിൽക്കാമോ? സാവധാനം കണ്ണുകളൊന്നടയ്ക്കുക. കരങ്ങൾ നെഞ്ചോട് ചേർക്കുന്നു. ബാഹ്യനേത്രം അടയുമ്പോൾ ആന്തരിക നേത്രം തുറക്കട്ടെ. നിന്റെ കൺമുമ്പിൽ നീ ഏറെ സ്നേഹിക്കുന്ന, നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന നിന്റെ പ്രാണപ്രിയനായ യേശുവിനൊന്ന് കാണാമോ? യേശുവിനെ നിനക്കൊന്ന് കാണാമോ? അവനോടൊന്ന് ചേർന്ന് നിൽക്കുക. യേശുവിനോട് ഹൃദയം കൊണ്ടൊന്ന് ചേർന്ന് നിൽക്കുക. ഹൃദയം അവിടുത്തെ ആരാധിക്കട്ടെ. ഹൃദയം അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. യേശുവിനെ കൺമുമ്പിൽ കാണുക. അനേക മുഖങ്ങളിൽ ഒരു മുഖമാണോ യേശു നിന്റെ മുമ്പിൽ? അങ്ങനെയെങ്കിൽ പുതിയ വർഷം മാറണം പ്രിയപ്പെട്ടവർ. നിന്റെ കൺമുമ്പിൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ കണ്ണിൽ തെളിഞ്ഞു വരുന്ന ഒരു രൂപം, അത് നിന്റെ യേശുവിൻ്റെ രൂപമായിരിക്കട്ടെ. ആ യേശുവിനെ ഒന്ന് ചേർന്ന് നിന്ന് സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, തേനിലും മധുരമാ അവൻ്റെ നാമം. പ്രഭാഷകൻ പറഞ്ഞു, അവനെ അനുഭവിക്കുക, അവനെ രുചിച്ചറിയുക. അത് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. യേശുവിനെ നിങ്ങൾ അനുഭവിച്ചറിയണം. ഈ രാത്രിയിൽ യേശുവിനെ നീ രുചിച്ചറിയണം. സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയുവൻ. അവനെ ടേസ്റ്റ് ചെയ്യണം, അവനെ അനുഭവിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ആ യേശുവിനെ നോക്കി ഹൃദയത്തിൽ നമ്മൾ പറയുകയാണ്, യേശു തേനിലും മധുരമാണ് നിന്റെ നാമം. തേനിലും മധുരമാണ് കർത്താവേ നിന്റെ നാമം. എന്റെ യേശുവിന്റെ നാമം അത് തേനിലും മധുരമാണ്. നീ എന്ന് അനുഭവിക്കണം. ആഗ്രഹത്തോടെ ഹൃദയം സമർപ്പിക്കും. യേശു തേനിലും മധുരമാണ്. യേശുവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവനെ നോക്കി പാടുക. എന്റെ യേശു അവനെവിടെയുണ്ട് പ്രിയരെ? നിന്റെ ചാര അവനുണ്ട്. കർത്താവിനെ കണ്ടുകൊണ്ടൊന്ന് ആരാധിക്കാം. യേശുവിനെ തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. ചേർന്ന് പാടിക്കേ. തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമാ. എല്ലാവരും ചേർന്ന് പാടും. മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ.
രുചിച്ചു നോക്കി ഞാൻ എൻ്റെ യേശുവിനെ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശുവേ യേശു ക്രിസ്തു മാധുര്യമാ. പ്രിയമുള്ളവരെ, ആ യേശുവിനോട് നീ ഇന്ന് ചേർന്ന് നിൽക്കുക. ഹൃദയം കൊണ്ട് നീ അവനെ ആരാധിക്കുക. നിന്റെ ജീവനും ജീവിതവും അവനെ സമർപ്പിക്കുക. നീ എൻ്റെ സർവവുമാണ് കർത്താവ്. നീ എനിക്കുള്ളവനാ കർത്താവേ. യേശുവിനോടൊന്ന് പറയാമോ? യേശുവിനെ കണ്ടുകൊണ്ടൊന്ന് പറയാമോ? അവൻ്റെ മുഖത്ത് നിന്ന് നിന്റെ മിഴികൾ മാറിപ്പോകരുത്. യേശുവിനെ കണ്ടുകൊണ്ട് കണ്ണുകളടച്ച് ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ മുഖത്ത് നോക്കി വീണ്ടും നമ്മൾ പറയുക, നീ എൻ്റെ സർവസ്വമാ കർത്താവ്. നീ എനിക്കുള്ളവനാ. നീ എൻ്റെ സർവവും എല്ലാറ്റിലും. നിന്റെ ജീവനെ നീ എനിക്കായി തന്ന കർത്താവേ. എങ്ങനെ അവനെ ആരാധിക്കാതിരിക്കാൻ നിനക്ക് പറ്റും? അവന്റെ ജീവൻ നിനക്കായി. യേശുവിനെ നോക്കി നമ്മൾ വീണ്ടും പാടി ആരാധിക്കുന്നു. നീ എൻ്റെ സർവവും. യേശുവേ, യേശുവേ. എന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവ്വവും എല്ലാറ്റിലും. നിൻ ജീവനെൻ പേർക്കാ തന്നതിനാ. നീ എന്റെ സർവ്വവും എല്ലാറ്റിലും. യേശുവിനെ കണ്ടുകൊണ്ട് ചേർന്ന് പാടാം. എന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ. നീ എന്റെ സർവ്വവും എല്ലാറ്റിലും. നിൻ ജീവനെൻ പേർക്കായി തന്നതിനാ. നീ എന്റെ സർവ്വവും എല്ലാറ്റിലും. ഇരുകരങ്ങൾ ഉയർത്തി പാടുന്നു. തേനിലും മധുരമാ കർത്താവേ. മധുരമാ, തേനിലും മധുരമാ. യേശു ക്രിസ്തു. യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. ഹൃദയം കൊണ്ട് ചേർന്ന് പാടുന്നു. തേനിലും മധുരമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ. യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. യേശുവിനെ രുചിച്ച് അനുഭവിച്ചുകൊണ്ട് പാടുന്നു. രുചിച്ചു രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. അവനെ പാടി ആരാധിക്കുന്നു. ആരാധന. ആരാധന, ഇരുകരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ആരാധന, എല്ലാവരും
വീണ്ടും ആരാധിക്കുന്നു. എന്റെ കർത്താവേ, തുല്യം ചെയ്യുവാൻ അങ്ങേക്ക് തുല്യനായിട്ട് ആരുമില്ല കർത്താവേ. എന്റെ ജീവിതത്തെ ഇത്രമാത്രം അനുഗ്രഹിച്ച് എനിക്കൊരു ജീവിതം നൽകി, എൻ്റെ കുടുംബത്തെ, എൻ്റെ ശുശ്രൂഷയെ, എൻ്റെ വ്യക്തി ജീവിതത്തെ, എൻ്റെ ബിസിനസ് മേഖലയെ, എൻ്റെ കുടുംബാന്തരീക്ഷം അനുഗ്രഹിച്ച കർത്താവേ, അവനെ കണ്ടുകൊണ്ട് ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാമോ? ജീവനാണ്. ജീവനേ സ്വന്തമേ നിന്റെ മാറിൽ ഞാൻ ചാരിയുന്നു. ആ കർത്താവിനെ കണ്ട് കരങ്ങൾ ഉയർത്തി ആരാധന പാടാം. കരങ്ങൾ ഉയർത്തി വീശി എല്ലാവരും ചേർന്ന് പാടുന്നു ആരാധന. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ചുകൊണ്ട് പാടുന്നു ആരാധന. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ കൺമുമ്പിൽ കണ്ട് യേശുവിനെ കണ്ടുകൊണ്ട് വീണ്ടും ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് യേശുവേ 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 ആ നാമം ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ ഒന്ന് വിളിച്ച് യേശുവേ ഹല്ലേലൂയ 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 യേശുവേ എന്റെ കർത്താവേ എന്റെ യേശുവേ യേശുവിനെയുണ്ട്. യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്നു. യേശുവേ യേശുവേ ഹല്ലേലൂയ യേശുവേ എന്റെ യേശുവേ എന്റെ യേശുവേ
ഹൃദയം കൊണ്ട് അവനെ ആരാധിച്ചുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് നീ അവന്റെ മുമ്പിൽ ശാന്തമായി നൽകുക. നീ നിന്റെ ആത്മാവിനോട് മന്ത്രിക്കുക. തേനിലും മധുരമാണ് കർത്താവേ നിന്റെ നാമം. ഇനി ഈ നാമം വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ല. അങ്ങയുടെ നാമത്തെ തള്ളിക്കളഞ്ഞൊണ്ടൊരു ജീവിതമല്ല കർത്താവേ. അനേക മുഖങ്ങളിൽ ഒരു മുഖമല്ല എൻ്റെ നാഥൻ. എൻ്റെ കൺമുമ്പിൽ വെട്ടിത്തിളങ്ങുന്ന നീതി സൂര്യനായി അങ്ങ് കത്തി നിൽക്കും. ആത്മാവിനോട് പറയുക, നിന്റെ ആത്മാവിനോട് നീ മന്ത്രിക്കുക. ജീവിത അന്ത്യത്തോളം നീ അവനെ ആരാധിക്കുക. തേനിലും മധുരമാ കർത്താവേ നിന്റെ നാമം. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യമാ. യേശു ക്രിസ്തു മാധുര്യമാ. Praise the Lord. Hallelujah. 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 Okay, ശാന്തമായിട്ടിരിക്കാം.